ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ കവിതകൾ ഒരുക്കുന്ന ഒരാളുണ്ട് വയനാട്ടിൽ. കാര്യമ്പാടി മാനിക്കുനിയിലെ നിഷ PS ആണ് ആള്. തൻ്റെ പെട്ടിക്കടയിലിരുന്ന് നിഷ എഴുത്ത് തുടരുകയാണ്. 8 കവിതാ സമാഹാരങ്ങൾ നിഷ ഇതുവരെ പുറത്തിറക്കി കഴിഞ്ഞു. ഇരുളാർന്നു പോയൊരീ ജീവിതച്ചിതയിൽ എരിയുന്നു പിന്നെയും പ്രണയത്തിൻ കനലുകൾ. കാര്യമ്പാടി മാനിക്കുനി സ്വദേശിയായ നിഷയുടെ എഴുത്തിടം ഇപ്പോൾ ഇതാണ്. ജീവിതം വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട് നിഷയെ. പരാജയപ്പെട്ട ആദ്യ വിവാഹം, രണ്ടാമത് വിവാഹം കഴിച്ചയാളുടെ മരണം, ശാരീരികാസ്വാസ്ഥ്യങ്ങളുടെ തുടർച്ച, 35-ാം വയസ്സിൽ ഇരുളിലേക്ക് നയിക്കപ്പെട്ട വിധി വിളയാട്ടം. അമ്മയുടെ സുരക്ഷിതത്വത്തിൽ അതിജീവനത്തിലേക്ക് വന്ന അനുഭവമാണ് നിഷയുടേത്. എഴുതി തുടങ്ങിയ കവിതകൾ ചേർത്ത് വെച്ച് ശബ്ദം വരച്ച ചിത്രം എന്ന ആദ്യ സമാഹാരം പുറത്തിറങ്ങിയത് 2016. പിന്നീട് ഇങ്ങോട്ട് 7 പുസ്തകങ്ങൾ കൂടി. പ്രകൃതിയും ജീവിതാനുഭവവുമെല്ലാം എഴുത്തിൽ തെളിയുകയാണ്. ആദ്യം കാഴ്ച കണ്ടിരുന്ന സമയത്ത് ഈ പ്രകൃതിയുടെ മനോഹാരിത ഞാൻ അത്ര വേണ്ടുവോളം ആസ്വദിച്ചിട്ടില്ല. സത്യമാണത്. കാരണം എല്ലാ കാഴ്ചകളും കാണുന്നു, അതങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഈ കാഴ്ച നഷ്ടപ്പെട്ട ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓർമ്മകളൊക്കെ അയറക്കുമ്പോൾ എന്ത് ഭംഗിയായി ഈ പ്രകൃതി കാണാൻ. ഈ മഴ, പുലരി മഞ്ഞ്, ഇതൊക്കെ എത്ര ഭംഗിയുള്ളതാണെന്നും അപ്പോഴാണ് മനസ്സിൽ അറിയുന്നത്. ഇപ്പോൾ ആ കാണാത്ത കാഴ്ചകൾക്ക് ഒരുപാട് ഭംഗിയുണ്ട്. അങ്ങനെയാണ് അതൊക്കെ കടലാസിലേക്ക് പകർത്താനും എൻ്റെ വേദനകളും ഒക്കെ കടലാസിലേക്ക് പകർത്താനും കഴിഞ്ഞത്. കൂടുതലും പ്രകൃതിയെക്കുറിച്ചും പിന്നെ എൻ്റെ ജീവിതത്തിലെ ഇരുട്ടിനെക്കുറിച്ചും ഒക്കെയാണ് കൂടുതലും എഴുതിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ സ്കെയിലിന്റെ സഹായത്തോടെ വരികൾ കുത്തിക്കുറിച്ച് അടുത്ത പുസ്തകരചനയിലേക്കുള്ള യാത്രയിലാണ് നിഷ. അതിജീവന വഴിയിൽ ഈ നാടും കുടുംബവും നിഷയെ ചേർത്ത് പിടിക്കുന്നു. ഒത്തിരി പ്രായമായി എൻ്റെ അമ്മയ്ക്ക്. അമ്മ പണിയെടുത്തിട്ടാണ് ഇതുവരെ ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അമ്മേനെ ഇനിയും കഷ്ടപ്പെടുത്തിയ വല്ലാത്തൊരു സങ്കടമാണ്. ശ്വാസമുട്ടിൻ്റെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പോഴാണ് ഇങ്ങനെയൊരു കട കിട്ടുന്നത്. അത് എല്ലാം തന്നെ ചെയ്യാൻ പഠിച്ചു. പച്ചിലക്കാട് വയനാട് സ്റ്റേഷനറിയിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവരും. അപ്പം ഞാൻ തന്നെ അത് അടുക്കി വയ്ക്കും. എല്ലാം ഈ വിരലുകൊണ്ട് തൊട്ട് നോക്കി എല്ലാം മനസ്സിലാക്കി അതിൻ്റെ വിലയൊക്കെ അവർ പറഞ്ഞു തരും. അങ്ങനെ പിന്നെ ഈ ദേശത്തിൻ്റെ ഒരു പിന്തുണ കൂടെ ഉള്ളതുകൊണ്ടാണ്, അവരുടെ ഒരു സ്നേഹം എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കടയുമായിട്ട് എൻ്റെ ഉപജീവനം കഴിക്കുന്നത്. നിന്നിൽ ഞാൻ ആശ്രയം തേടിയത്, നിന്റെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ വീണുപോയത് എന്നിലെ നിസ്സഹായത കൊണ്ടാണെന്ന് നീ അറിയുക. ഈ അന്ധകാരത്തിൽ എനിക്കായും ഒരു സൂര്യനുദിക്കും. പ്രതീക്ഷയുടെ തുരുത്തുകൾ കവിതയിൽ നിറയുന്നുണ്ട്. തെളിമയുള്ള അക്ഷരങ്ങൾ ചേർത്തുവെച്ച നിഷയുടെ എഴുത്തിന്റെ ലോകം കുറെ കൂടി വിശാലമാവുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.